അപ്പോൾ ഇന്ന് നമുക്കൊരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ ഷവർമ ഉണ്ടാക്കാത്ത ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത് പോക്കറ്റ് ഷവർമയാണ് കേട്ടോ. അതിനായി ആദ്യമായിട്ടൊരു ബ്രെഡൊക്കെ എടുത്തിട്ട് 2 ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 ബ്രെഡും കൂട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചതും കുറച്ച് ബ്രെഡും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചത് എടുക്കണമെന്നില്ല, പക്ഷെ ഞാൻ അതെടുത്താണ് ഒന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ആ പൊടിച്ചത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട, ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അത് പൊട്ടിച്ചൊഴിക്കാം. മുട്ട വേണമെങ്കിൽ വീണ്ടും എടുക്കാം, അല്ലെങ്കിൽ കൂടുതലായി പോയാൽ നാശാവില്ല എന്ന് കരുതിയിട്ട് 2 മുട്ട എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്ത ആ ബ്രെഡ് ആദ്യം മുട്ടയിലൊന്ന് മുക്കുക. എന്നിട്ട് ആ ബ്രെഡിൻ്റെ പൊടിയിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നേരെ നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അതിട്ട് കൊടുത്ത് 2 സൈഡും വേവിച്ചിട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. യോഗട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ടു. എന്നിട്ട് നന്നായി ഇളക്കിയെടുത്തു. അതിനുശേഷം ഒരു കുക്കുംബർ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കുനുകുനാന്നരിഞ്ഞെടുത്തു. പിന്നെ ഒരു ലീഫ് എടുത്തിട്ട്, ഒന്നല്ല 2-3 എടുത്തു. ലീഫ് എടുത്തിട്ട് അതും ഈ കുക്കുംബർ അരിഞ്ഞ പോലെ തന്നെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്ത് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നേരത്തെ യോഗട്ടിൻ്റെ ആ സോസ് ഉണ്ടാക്കിയതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ പൊരിച്ചെടുത്ത സാധനം 2ആയി കട്ട് ചെയ്യുക. അപ്പോൾ അതേ ഇതുപോലെ നല്ല പോക്കറ്റായിട്ട് കിട്ടും. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇടുക. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മളുടെ പോക്കറ്റ് ഷവർമ റെഡി. ഇനി കുറച്ച് സോസ് കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മതി.